മേഘന, നമ്മൾ രാവിലെ കണ്ടതാണ്, വലിയ പ്രതിസന്ധിയാണ് ഇതിപ്പോ. 10 മണിയൊക്കെ എന്ന് പറഞ്ഞാൽ അതിരാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നവരുണ്ട്, ഒരുപാട് ഭക്ഷണത്തിനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഇപ്പൊ എന്താണ് പ്രതിസന്ധി രൂക്ഷമാകുന്ന ഒരു അവസ്ഥയാണിപ്പോ. ബീട്രൂട്ടിന്റെ പിങ്ക് കളറുള്ള മസാല ദോശ കോഫി ഹൗസിൽ മാത്രം കിട്ടുന്ന അത് മുടങ്ങോ? കോഫി ഹൗസിലാണ് അല്ലേ? ബീട്രൂട്ടൊക്കെ വേവോ മേഘന? സ്മിത, ഞാനിപ്പോൾ നിൽക്കുന്നത് ഹാഷ്മി, സ്മിത, ഞാനിപ്പോൾ നിൽക്കുന്നത് വാൻഡ്രോസ് ജംഗ്ഷനിലെ കോഫി ഹൗസിലാണ്. ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് മസാല ദോശയൊക്കെ കഴിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ വലിയ പ്രതിസന്ധി ഉണ്ട്. നമ്മൾ മനസ്സിലാക്കിയതിനപ്പുറത്തേക്കുള്ള പ്രതിസന്ധി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് തന്നെ ഈ മസാല ദോശയുടെ കാര്യങ്ങളടക്കം ചോദിക്കാം. ചേട്ടാ, മസാല ദോശ കിട്ടുമോ? മസാല ദോശ ഇല്ല, ഉള്ളത് പൂരിയുണ്ട്, പിന്നെ ബിരിയാണി ഐറ്റങ്ങൾ, ഇറച്ചി ഐറ്റങ്ങൾ, ഇത് മാത്രമേ ഉള്ളൂ. മെനു ഒക്കെ വെട്ടിക്കുറച്ചു, എല്ലാം വെട്ടിക്കുറച്ചു. എന്നാൽ ഗ്യാസ് ഇല്ല, പിന്നെ കോഫി ഉണ്ട്, ചായ ഇല്ല. ഗ്യാസിന്റെ ഏറ്റവും വലിയ അഭാവമാണ് എല്ലാ കോഫി ഹൗസിലും. ഈ കോഫി ഹൗസ് അല്ല, തമ്പാന്റെ കോഫി ഹൗസ്, എല്ലാ കോഫി ഹൗസുകളിലും നമ്മളെല്ലാ മെനു വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അടുപ്പത്ത് വേവുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. ചായയൊക്കെ അടുപ്പിലുണ്ടാക്കി ഒരുപാട് സമയം വേണ്ടി വരും. ചായ കൊടുക്കുന്നില്ല, കോഫി മാത്രമേ ഉള്ളൂ. ചായ കൊടുക്കാൻ പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയിൽ എത്തിക്കുകയാണ്. ഹാഷ്മി, അങ്ങനെയാണ് മസാല ദോശ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതിന്റെ ഉള്ളിലേക്ക് വന്നാൽ ഇവിടെ ഒരുപാട് ആളുകൾ എത്തേണ്ട ഒരു സമയമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആൾക്കാരില്ല എന്നുള്ളതാണ്. ഞാനൊരു പോസ്റ്റർ കാണിച്ചു തരാം. ഇതാ, ഈ സ്ഥാപനത്തിൽ തിരക്കുണ്ടെങ്കിൽ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ഈ കോഫി ഹൗസിലെ ഒരു പോസ്റ്റർ. പക്ഷേ ഈ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ഇവിടെ വലിയ തരത്തിൽ ആളുകൾ കുറവാണ്. കാരണം മസാല ദോശ അടക്കമുള്ള ഈ കോഫി ഹൗസിലെ ഇഷ്ട വിഭവങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയാൽ അടുക്കളയിൽ നമ്മൾ ഈ പഴയ കാലത്തൊക്കെ കാണുന്നത് പോലെയുള്ള വിറകടുപ്പിന്റെ ദൃശ്യങ്ങൾ മിനിയാന്ന് മുതൽ തന്നെ കോഫി ഹൗസിൽ പൂർണ്ണമായും വിറകടുപ്പിൽ പാചകം തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഇവിടുത്തെ തൊഴിലാളികളുടെ അടക്കം വലിയ ബുദ്ധിമുട്ട്. കാരണം ഈ ബിരിയാണിയും അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വലിയ തോതിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ 3 അടുപ്പുകളിലൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ പാചകം നടക്കുന്നത്. പൂർണ്ണമായും ശരി മേഘന, ശരിയാണ് മേഘന പറഞ്ഞത് ശരിയാണ്. അത്രയും തിരക്കുള്ള ഇടമാണത്. അപ്പൊ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി ഇഷ്ടവിഭവങ്ങളൊന്നുമില്ല. പിന്നെ അടുക്കള കണ്ടില്ലേ, പഴയ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. പൂച്ചവിറ്റി അടക്കം പറയുന്ന പോലെ അടുക്കളൊക്കെ ഒഴിഞ്ഞ് അവിടെ അടുപ്പൊക്കെ ആയിട്ട് താഴെ ഏരിയയാണത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.